നമ്മളൊരു സ്ഥലം വരെ പോവാണ് കേട്ടോ. നിങ്ങൾ വാ, നമ്മൾ എവിടെ പോകുന്നതെന്നൊന്ന് നോക്കാം. ഇപ്പോൾ ക്യാമറ ഓൺ ചെയ്താലും ഈ ചിരി പതിവാണ് കേട്ടോ. ഞാൻ ഇത്രയും നേരം നിങ്ങളോട് പറഞ്ഞ ഒരു സ്ഥലം വരെ പോവാന്ന് മാത്രം. ദാ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന സ്ഥലം എത്തിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായി കാണത്തില്ല, നമുക്ക് പരിചയമുള്ള ഒരാളെ ഞാൻ കാണിക്കാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. ദേ നിൽക്കുന്നു. ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മളൊരു സ്ഥലം വരെ വന്നതാണ്. ദാ നമ്മുടെ അച്ഛൻ ജോലി ചെയ്യുന്ന സ്ഥലത്തോട്ട് വന്നേ. വേണ്ടി ഹായ്. അപ്പം ഞാനും അമ്മയും മാളും ഞങ്ങളെല്ലാം കൂടി ഇവിടെ വന്നു. അച്ഛൻ ഇവിടെ കാടടിക്കുമായിരുന്നു കേട്ടോ. കുറേ റബ്ബറും തോട്ടമാണ് കേട്ടോ. അപ്പം ഇവിടെ കാടടിക്കാനായിട്ട് അച്ഛനെ വിളിച്ചു. അങ്ങനെ അച്ഛൻ വന്നയാ. എല്ലാം കൂടെ അച്ഛന് ചോറ് കൊണ്ട് വന്നേ കേട്ടോ. ഉച്ചയായപ്പോൾ അവരെല്ലാം ഇവിടെ നിൽക്കുക. നമുക്കെന്നാൽ അച്ഛൻ്റെ ചോറൊക്കെ എടുത്ത് കൊടുക്കാം. ഇവിടെ മാളൂസ് അച്ഛന് ചോറൊക്കെ എടുക്കുക. മാളൂസിന് പനിയാട്ടോ. അപ്പോൾ അതുകൊണ്ടിന്ന് മാളൂസ് സ്കൂളിൽ പോയില്ല. എനിക്കിന്ന് ക്ലാസ് ഇല്ലായിരുന്നു. അതുകൊണ്ട് അങ്ങനെ നമ്മൾ ഇങ്ങനെ ഇരുന്നപ്പോൾ അമ്മ പറഞ്ഞ അച്ഛന് ചോറ് കൊടുക്കാൻ ഉച്ചയ്ക്ക് പോകണം. അപ്പോൾ നമ്മളെല്ലാം കൂടെ റെഡി ആയിട്ട് അച്ഛന് ചോറ് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ വലിയ കാടായിരുന്നു കേട്ടോ. അച്ഛൻ ഇങ്ങനെ അടിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. എനിക്കൊരു പണി കിട്ടി. എൻ്റെ കാലിലേ ഒരു കട്ടുറുമ്പ് കയറി കടിച്ചു കേട്ടോ. അരയ്ക്കുന്നു. അമ്മ കൊണ്ട് അച്ഛൻ വെട്ടിയതെല്ലാം ഇങ്ങനെ നോക്കി നടക്കുക. എന്തൊരു അരപ്പായത്. ഇവനാണ് കേട്ടോ എന്നെ കടിച്ചേ. ഇവിടെ നല്ല റബ്ബറും തോട്ടമാണ് കേട്ടോ. നല്ല രസമുണ്ട് ഇവിടെ നിൽക്കാൻ. നല്ല കാറ്റൊക്കെ ഇങ്ങനെ അടിച്ചുകൊണ്ട് നിൽക്കുന്നത്. നല്ല തണുപ്പുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. അതാ മാളുനി എന്തോ വഴക്കൊക്കെ പറയുന്നത് കേട്ടോ. എന്തോ കുരുത്തക്കേട് ഒപ്പിച്ചിട്ടുണ്ടാവും അല്ലേ. ഇവിടെ അച്ഛൻ കൈയൊക്കെ കഴുകിയിട്ട് വരുന്നുണ്ട് കേട്ടോ. അച്ഛൻ എന്തി അതോ വരുന്നു. ഇവിടെ അച്ഛൻ അച്ഛൻ ദാ വന്നിട്ടുണ്ട് കേട്ടോ. അച്ഛൻ കാണാൻ പറ്റുന്നുണ്ടോ? നീ കഴിക്കാനുള്ള തിരക്കാം. അച്ഛന് ചോറൊക്കെ എടുക്കുക. അതോ മാളൂസൊക്കെ ഓരോന്ന് എടുക്കുന്നു. ഓരോ കറികളായിട്ടൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക. അച്ഛനമ്മ മുട്ട പുളിസടിച്ച് നമുക്കൊന്നും തന്നില്ല കേട്ടോ. എങ്ങനെയുണ്ടിത്? ആരും കൊതി വിട്ടേക്കരുത് കേട്ടോ. ഇനി വീട്ടിൽ പോയിട്ട് നമുക്ക് വഴക്കുണ്ടാക്കണം. നമുക്ക് പുളിസ വാങ്ങാം. അപ്പം അച്ഛനമ്മ നല്ല ചൂട് ചോറും ബീട്രൂട്ട് തോരനും പിന്നെ മുട്ട പുളിസയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അച്ഛൻ്റെ കഴിക്കട്ടെ. പിന്നെ സാമ്പാറൊക്കെ ഒഴിക്കുക. അച്ഛൻ്റെ എനിച്ചിരി പുളിസ എടുത്ത് പിന്നെ നല്ല ചൂടുണ്ട്. നമ്മുടെ മാളൂസിൻ്റെ കയ്യിലൊരു പൂ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതാണ് പൂവ്. അച്ഛനും അമ്മയും ഭയങ്കര കാര്യം പറച്ചില്ല കേട്ടോ കാടടിച്ചതിനെ പറ്റിയൊക്കെ. അപ്പോൾ നമ്മുടെ മാളൂസിനെ കണ്ടോ? അവളവിടെ ഓരോ പൂവൊക്കെ ഇങ്ങനെ പിച്ച് നടക്കുക. ഞാൻ തളർന്നു. അതുകൊണ്ട് ഞാനും അമ്മയുടെ അച്ഛൻ്റെയും കൂടി ഇവിടെ അങ്ങ് ഇരുന്നു. പൂവൊക്കെ പിച്ചിക്കൊണ്ട് വരും. ഈ കാട് കണ്ടോ? എന്നെക്കാട്ടിലും ഉണ്ട് കേട്ടോ. ഈ കാടൊക്കെയാണ് അച്ഛൻ വെട്ടി വൃത്തിയാക്കുന്നത്. പിന്നെ ഇവിടെ ഒരു സംഭവം നിങ്ങളെ ഞാൻ കാണിക്കണമെന്ന് വിചാരിച്ചു. ഈ സംഭവം ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അണ്ട് ഈ സംഭവത്തിൻ്റെ അപ്പം ഈ പൂവ് നമ്മളിങ്ങനെ പിഴിയുമ്പം ഇതിൻ്റെ നിന്ന് ഒരുമാതിരി ഓയിൽ പോലത്തെ ഒരു സംഭവം വീഴും. ഇത് ഇങ്ങനെ പിഴിഞ്ഞ് കഞ്ഞിക്കറിയൊക്കെ കളിക്കുമ്പോൾ ഞങ്ങളുടെ എണ്ണയായത്. കാരണം നമ്മുടെ മാളൂസേ നമുക്ക് വേണ്ട പൂക്കളൊക്കെ കൊണ്ടുവന്നു. കണ്ടോ കൊള്ളാവോ ഈ പൂ? അത് നമുക്ക് മാളൂസിനെ തന്നെ കൊടുക്കാം. അച്ഛൻ നമുക്ക് ചോറൊക്കെ വാരി തരിക കേട്ടോ. അച്ഛന് ചോറും കൊണ്ടുവന്നു. ഇപ്പം ഞങ്ങൾക്കാണ് വിശക്കുന്നത്. മാളൂസിനും വിശപ്പുണ്ട്. അവക്കും വാരി കൊടുക്കുക. അപ്പം നമ്മളിതാ നമ്മുടെ പാത്രങ്ങളെല്ലാം കാലിയാക്കിയിട്ടുണ്ട് കേട്ടോ. മാളൂസ് എന്താ ഓടി വരുന്നേ? കേട്ടോ ഞാനും അമ്മ ഇവിടെ ഇരുന്നപ്പോഴേ ഞങ്ങളോട് ഒരാൾ നടന്നു പോയി. ഇല്ലായാലും എവിടെ ആയാലും മാളൂസ് അച്ഛനെ ഉറങ്ങാൻ വിടത്തില്ല കേട്ടോ. അച്ഛൻ എവിടെ കിടന്നാലും ഇതേപോലെ അച്ഛൻ്റെ അടുത്ത് പോയി എന്തെങ്കിലുമൊക്കെ പരിപാടികൾ കാണിച്ചുകൊണ്ടിരിക്കും. ഉറങ്ങാനേ പറ്റില്ല. അപ്പം നമ്മുടെ അച്ഛൻ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. ചോറൊക്കെ കഴിച്ചിട്ട് ക്ഷീണമുണ്ട് കേട്ടോ. എല്ലാം നോക്ക് വീഡിയോ എടുത്ത് പറഞ്ഞാണ് തന്നെ ഉറങ്ങി. ഗായ്സ് നിങ്ങളിത് കണ്ടോ? അച്ഛൻ ഉറങ്ങുക. നമ്മൾ മൂന്നും കൂടി ഇവിടെ ഉണർന്നിരിക്കുക. ദാവോ എനിക്ക് പോന്ന് പറഞ്ഞാൽ ഇവിടെ മൊത്തം കിളികളുടെ സൗണ്ട്. ജോലിക്ക് വേണ്ടി റെഡി ആയപ്പോൾ അച്ഛനെ അറിയുന്നൊരു അങ്കിള് വന്നു കേട്ടോ. അവിടെ അച്ഛൻ ജോലി ചെയ്യാൻ വേണ്ടി പോവാ കേട്ടോ. കാടടിക്കാൻ വേണ്ടി തുടങ്ങാൻ പോവാ. പിന്നെയും കടിച്ച് അച്ഛൻ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ.
നമ്മൾ വന്ന കാര്യം നടന്നു. അച്ഛന് ചോറൊക്കെ കൊടുത്തു. അച്ഛൻ ദാ ഇപ്പോൾ ജോലിയും തുടങ്ങി. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകണ്ടേ? നമ്മളിപ്പോൾ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അച്ഛൻ ജോലി തുടങ്ങി. അപ്പോൾ ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ ആരും മറക്കല്ലേ, ഷെയറും ചെയ്യണേ. എന്നാൽ ശരി, ബൈ.